തുല്യമീ ജീവിതം വയലിൽ, പുല്ലിനു തുല്യമീ ജീവിതം വയലിൽ, പൂവെന്ന പോലിതു പൂക്കുന്നതുലകിൽ, പൂവെന്ന പോലിതു പൂക്കുന്നതുലകിൽ, ആഴ്ത്തുക നീ മനമേ എൻ പരനെ, വാഴ്ത്തുക നീ മനമേ, വാഴ്ത്തുക നീ മനമേ എൻ പരനെ, വാഴ്ത്തുക നീ മനമേ. കർത്താവിൻ്റെ പരിശുദ്ധ നാമത്തിന് മഹത്വമുണ്ടാകുമാറാകട്ടെ. ഇന്ന് ഈ ഉപവാസ പ്രാർത്ഥനയിൽ സംബന്ധിക്കുന്ന എല്ലാവർക്കും ക്രിസ്തുയേശുവിൻ്റെ ധന്യമായ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. കർത്താവ് നമുക്ക് ഉപവാസത്തിനുള്ള അവസരവും മനസ്സൊരുക്കവും ആരോഗ്യവും തരിക എന്നുള്ളത് ദൈവത്തിൻ്റെ വരമാണ്. ഏറ്റവും ദൈവം സ്നേഹിക്കുന്ന ദൈവത്തിൻ്റെ ജനത്തിന് നൽകുന്ന ഒരു ഉപകാരമാണ് ഉപവാസം എന്ന് പറയുന്നത്. കാരണം കർത്താവിൻ്റെ വചനം 49 സങ്കീർത്തനത്തിൽ വായിക്കുന്നത് പ്രകാരമാണ്: അകൃത്യം എൻ്റെ കുതികാലിനെ പിന്തുടർന്ന് എന്നെ വളയുന്ന ദുഷ്കാലത്ത് ഞാൻ ഭയപ്പെടുന്നത് എന്തിന്? അപ്പോൾ ആ വചനത്തിൽ നിന്ന് നമുക്ക് അനവധി കാര്യങ്ങൾ ചിന്തിക്കേണ്ടതുണ്ട്. അനർത്ഥം, അകൃത്യം, കുതികാൽ, ദുഷ്കാലം എന്നീ പദങ്ങൾ അവിടെ ഏറ്റവും ശ്രദ്ധേയമാണ്. ആ വാക്യം നമുക്കൊന്ന് വായിക്കാം. 49-5 വാക്യം: അകൃത്യം എൻ്റെ കുതികാലിനെ പിന്തുടർന്ന് എന്നെ വളയുന്ന ദുഷ്കാലത്ത് ഞാൻ ഭയപ്പെടുന്നത്. മനുഷ്യൻ അകൃത്യം ചെയ്യും. അകൃത്യം ചെയ്യാതെ നീതി മാത്രം ചെയ്യുന്ന ഒരു മനുഷ്യനും യേശു ഒഴികെ ഈ ലോകത്തിലില്ല. എല്ലാ മനുഷ്യരുടെ ജീവിതം പരിശോധിച്ചാലും അവരിൽ അകൃത്യമുണ്ട്. അപ്പോൾ ഒരിക്കലും ഒരാൾ ഇപ്രകാരം ചോദിച്ചു: പിറവിയിലെ മന്ദബുദ്ധിയായ ഒരു മനുഷ്യൻ, അതൊരു മാംസപിണ്ഡം മാത്രമാണ്, അതങ്ങനെ ഒരിടത്ത് കിടക്കും. അത് ചിന്തിക്കാനോ സംസാരിക്കാനോ പ്രവർത്തിക്കാനോ അതിന് കഴിവില്ല. അത് പാപം ചെയ്യുന്നത് എങ്ങനെയാണ്? അതിൽ പാപമുണ്ടെന്ന് പറയുന്നത് എങ്ങനെയാണ്? അതിന് എന്ത് പറയും? അതിനെന്താണ് ഉത്തരം? അതിനാണ് വചനം പറയുന്നത്: പിതാക്കന്മാരുടെ അകൃത്യം മൂന്നാമത്തെയും നാലാമത്തെയും തലമുറ വരെ സന്ദർശിക്കുന്നവനാണ് ദൈവം. അപ്പോൾ ഇനി മാംസപിണ്ഡമായിട്ട് മന്ദബുദ്ധിയായിട്ട് ആ മനുഷ്യൻ കിടക്കുന്നുണ്ടെങ്കിലും ആ മനുഷ്യന്റെ സിരകളിൽ രക്തം ഓടുന്നുണ്ട്. അതിനാലാണ് ആ മനുഷ്യൻ ജീവിക്കുന്നത്. ബോധമില്ലെങ്കിലും ജീവനുണ്ട്. ആ ജീവരക്തം അവന്റെ പിതാവിൽ നിന്ന് അവന് വന്നതാണ്. അത് അവന്റെ പിതാവിൽ നിന്ന് വന്നതാണ്. ഇതെല്ലാം വന്നുവിട്ടത് ആദ്യത്തെ മനുഷ്യനായ ആദാമിൽ നിന്നാണ്. അതിൽ പാപമുണ്ട്. അതുകൊണ്ട് ഇവന്റെ ജീവിതത്തിലും മന്ദബുദ്ധിയായിരുന്നാലും മാനസിക വളർച്ച ഇല്ലാതിരുന്നാലും ബോധമില്ലെങ്കിലും പിണ്ടാകാരമായിരുന്നാലും ജീവനുണ്ടോ, രക്തമുണ്ടോ, ഉണ്ടെങ്കിൽ അവനിൽ പാപമുണ്ട്. അത് നിശ്ചയമാണ്. അടുത്ത ഭാഗം: പാപമുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ അകൃത്യമുണ്ട് എങ്കിൽ അവന് അതിൻ്റെ ശിക്ഷ ജീവിതത്തിൽ അനുഭവിക്കേണ്ടിയും വരും. അതെന്ന് വരും? ഏത് മനുഷ്യനും താൻ ചെയ്യുന്ന തെറ്റിന് ശിക്ഷ അനുഭവിക്കേണ്ടി വരും എന്നുള്ളത് ഉറപ്പ്. കാരണം പാപം ചെയ്യുന്ന ദേഹി മരിക്കും. കുറ്റം ചെയ്യുന്നതിന് ശിക്ഷയുണ്ട്.
ഇത് രണ്ടും ഇല്ലാതെ ദൈവത്തിൻ്റെ നീതി ഈ ലോകത്തിൽ പ്രപഞ്ചത്തിൽ സാധ്യമാകുകയില്ല. തെറ്റ് ചെയ്തവൻ ശിക്ഷ അനുഭവിച്ചേ പറ്റൂ. ഇരുട്ടും വെളിച്ചവും തമ്മിൽ വേർതിരിച്ച് നിർത്തണമെങ്കിൽ ഇല്ലായ്മയിൽ നിന്ന് ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിപ്പാൻ കഴിവുള്ള ദൈവം വെളിച്ചത്തെയും ഇരുളിനെയും തമ്മിൽ വേർതിരിക്കുന്നത് ന്യായവിധിയിൽ കൂടിയാണ്. ന്യായം വിധിച്ചു കഴിയുമ്പോൾ ഇരുട്ടും വെളിച്ചവും തമ്മിൽ വേർപിരിഞ്ഞു. ഇരുട്ടിൻ്റെ പ്രവൃത്തികളും വെളിച്ചത്തിൻ്റെ പ്രവൃത്തികളും തമ്മിൽ വേർപിരിഞ്ഞു. ഇങ്ങനെയല്ലാതെ ഈ പ്രപഞ്ചത്തെ നിലനിർത്താൻ സാധിക്കില്ല. അത് ചിന്തിക്കുന്നവർക്ക് അത് വിശദമായിട്ട് അത് ഗ്രഹിക്കേണ്ടവ തന്നെയാണ്. ഏറ്റവും ശ്രേഷ്ഠമാണ് ആ പഠനം. എന്തിനു വേണ്ടി കർത്താവ് ഒരു തെറ്റ് ചെയ്താൽ ശിക്ഷിക്കുന്നു? എന്തിനു വേണ്ടിയിട്ട് അവന് അത്രയും വലിയൊരു ശിക്ഷ വന്നു? മുതലായിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പഠിക്കുന്ന സൂക്ഷ്മമായിട്ട് നമ്മൾ പഠിച്ചു ചെല്ലുമ്പോൾ കാര്യം മനസ്സിലാകുന്നത് എങ്ങനെയാണ്? ഇരുട്ടിൽ നിന്ന് വെളിച്ചം ഉദിക്കട്ടെ എന്ന് അരുളിച്ചത് ദൈവം. ഇരുട്ടും വെളിച്ചവും തമ്മിൽ വേർതിരിച്ചിരിക്കുന്ന ദൈവം. ഇരുട്ട് വെളിച്ചത്തിൽ കിടക്കാതിരിപ്പാൻ, അല്ലെങ്കിൽ വെളിച്ചം ഇരുളായി പോകാതിരിപ്പാൻ ദൈവം ചെയ്യുന്ന സൃഷ്ടിയോട് ചെയ്യുന്ന നീതിയാണ് ന്യായവിധി, അല്ലെങ്കിൽ ശിക്ഷ. അത് അത്രയും അവിടെ നിൽക്കട്ടെ. അപ്പോൾ അകൃത്യം ചെയ്തു, ശിക്ഷയുണ്ട്. ശിക്ഷയില്ലാത്ത ഒരു കാര്യമില്ല. മൂന്നാമത്തെ കാര്യം, ഈ ശിക്ഷ എന്ന് വരും? അവിടെയാണ് നമ്മൾ വായിച്ചു കേട്ടത്, ദുഷ്കാലത്ത് വരും. ദുഷ്കാലം എന്ന് പറയുന്ന ഒരു കാലമുണ്ട്. ഏതാണ് ആ ദുഷ്കാലം? മനുഷ്യന് ദുഷ്കാലമുണ്ട്, നല്ല കാലമുണ്ട്. അകൃത്യം എൻ്റെ കുതികാലിനെ പിന്തുടർന്ന് എന്നെ വളയുന്ന ദുഷ്കാലം. തെറ്റ് ചെയ്താൽ ആ സമയത്ത് തന്നെ, അകൃത്യം ചെയ്താൽ ആ സമയത്ത് തന്നെ ദൈവം അതിനുള്ള ശിക്ഷ അവിടുന്ന് അയക്കും. ശിക്ഷ അവിടുന്ന് സ്വർഗത്തിൽ നിന്ന് അതിന് വിധി അയക്കും. അപ്പോൾ ഏത് ശിക്ഷയ്ക്ക്? നമുക്ക് നമ്മുടെ രാജ്യത്തെ ഭരണഘടനയിൽ എഴുതിയിട്ടുണ്ട്. എന്ത് ശിക്ഷ? മറ്റൊരാളെ കൊലപാതകം ചെയ്താൽ അതിനുള്ള ശിക്ഷ, മറ്റൊരാളെ ആക്ഷേപിച്ചാൽ അതിനുള്ള ശിക്ഷ, മറ്റൊരാളുടെ നഷ്ടപ്പെടുത്തിയാൽ അതിനുള്ള ശിക്ഷ. ഇങ്ങനെ ഭരണഘടന എന്ന് പറയുന്നത് ശിക്ഷാവിധിയുടെ വലിയൊരു എണ്ണം തികഞ്ഞതാണ്. അതായത് നമ്മൾ ഇബ്രായ ലേഖനത്തിൽ പഠിക്കുന്നത്, ഏത് തെറ്റിനും, ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ തെറ്റുകൾക്കും അതിൻ്റെതായ ശിക്ഷയുണ്ട്. ഈ ശിക്ഷ എന്ത് ചെയ്തിരിക്കുന്നു? 149 സങ്കീർത്തനം വായിക്കുന്നത്, എഴുതിയിരിക്കുന്ന ശിക്ഷ അവരുടെ മേൽ നടത്തേണ്ടതിന് തന്നെ. ശിക്ഷ എന്ത് ചെയ്തിരിക്കുന്നു? എഴുതിയിരിക്കുന്നു. പുസ്തകത്തിലുണ്ട്, ഭരണഘടനയിലുണ്ട്. ഈ രാജ്യത്തിന് ഒരു ഭരണഘടന ഉണ്ടെന്നുള്ളത് നമുക്കറിയാം, കോൺസ്റ്റിറ്റ്യൂഷൻ. അത് പഠിക്കുന്നവരുണ്ട്. ഇതുപോലെ തന്നെ ദൈവം തൻ്റെ രാജ്യത്തിനും ഒരു ഭരണഘടനയുണ്ട്. അതാണ് തൻ്റെ പുസ്തകം. ഈ പുസ്തകത്തിനകത്ത് ഓരോ ചെറിയ തെറ്റുകൾക്കും വലിയ തെറ്റുകൾക്കുമുള്ള ശിക്ഷാവിധി എഴുതി വെച്ചിട്ടുണ്ട്. അത് നടത്തിയാൽ മതി. അപ്പോ ദൈവം ഭൂമിയിലേക്ക് നോക്കുമ്പോൾ ഒരു മനുഷ്യൻ ഒരു തെറ്റ് ചെയ്തു, ഒരകൃത്യം ചെയ്തു. അകൃത്യം ചെയ്തത് എന്താണ്? നോക്കിയപ്പോൾ അതിൻ്റെ ശിക്ഷ എന്ന് പറയുന്നത് മരണമാണ്, അല്ലെങ്കിൽ 39 അടിയാണ്, അല്ലെങ്കിൽ അവൻ്റെ ശരീരത്തിന് എന്തെങ്കിലും ദണ്ഡനം വരുന്നതാണ്. അപ്പോൾ തന്നെ നീതിമാനായ ദൈവത്തിൽ നിന്ന് അത് പുറപ്പെട്ടു. കാരണം വ്യവസ്ഥയാണ്, പുറപ്പെടാതിരിക്കാൻ പറ്റില്ല. ദാവീദ് ഊരിയാവ് എന്ന് പറയുന്ന മനുഷ്യൻ്റെ ഭാര്യയെ എടുത്ത് സ്വന്തം ഭാര്യയാക്കി അവനെ കൊന്നു, അവനെ കൊണ്ട് കൊല്ലിച്ചു. അവിടെ എഴുതിയിട്ടുണ്ട്,
അപ്പം തന്നെ പുസ്തകം എടുത്ത് നോക്കിയാൽ അറിയാം. ആ പുസ്തകത്തിൽ ഉണ്ട് ദാവീദ് മരണയോഗ്യൻ, മരിക്കും. അവൻ മരണം പുറപ്പെട്ടു. മരണം അവിടുന്ന് പുറപ്പെട്ടു. പക്ഷേ ഇത് ചെയ്തതിന്റെ പിറ്റേ ദിവസം അവനെ കൊല്ലാൻ പറ്റില്ല. അന്ന് തന്നെ അവനെ ഇല്ലാതാക്കാൻ പറ്റില്ല. ദൈവത്തിന്റെ നീതി എന്ന് പറയുന്നത് സമയം വെച്ചിട്ടുണ്ട്. അതിന് ആ സമയത്തിനാണ് പറയുന്നത് ദുഷ്കാലം. അതുകൊണ്ടാണ് സഭാപ്രസംഗിയുടെ പുസ്തകത്തിൽ നമ്മൾ പഠിക്കുന്നത്, ദുഷ്പ്രവൃത്തിക്കുള്ള ശിക്ഷാവിധി തൽക്ഷണം വെളിപ്പെടായികയാൽ മനുഷ്യർ ദോഷം ചെയ്യാൻ ധൈര്യപ്പെടുന്നു. പലർക്കും അതൊരു വളമാണ്. ഞാനിപ്പോൾ ഇത്രയെല്ലാം ചെയ്തിട്ടും എനിക്കെതിരെ ഒരു ദോഷവും വരുന്നില്ലല്ലോ, ഞാൻ എന്തെല്ലാം ചെയ്തു. അതൊക്കെ ഒരു മിടുക്കായിട്ട് തൻ്റെ സാമർഥ്യമായിട്ട് കണക്ക് കൂട്ടി മുമ്പോട്ട് പോകുന്നവരാണ് വളരെ പേര്. എന്നാൽ ദൈവത്തിൻ്റെ വചനം പറയുന്നത് ദുഷ്പ്രവൃത്തിക്കുള്ള ശിക്ഷ തൽക്ഷണം വെളിപ്പെടുന്നില്ല. പക്ഷേ ശിക്ഷ പുറപ്പെട്ടു കഴിഞ്ഞു. ശിക്ഷ പുറപ്പെട്ടു കഴിഞ്ഞു. ആ ശിക്ഷ ഇനി ഇവിടെ എത്തണം. ആ ഒരു കാലഘട്ടം മനുഷ്യന് കൊടുത്തിട്ടുണ്ട്. അത് എത്തുന്നത് ദുഷ്കാലത്തായിരിക്കും. അതുപോലെ തന്നെ ദാവീദ് തെറ്റ് ചെയ്തു, അവിടുന്ന് ശിക്ഷ പുറപ്പെട്ടു. ഇനി മാറ്റമൊന്നുമില്ല. ഇനി അത് ഇവന്റെ മേൽ വന്ന് എത്താവുന്ന കാലം മാത്രമേ ഉള്ളൂ. ശൗലും തെറ്റ് ചെയ്തു, ദൈവത്തോട് അതിക്രമം ചെയ്തു, ശിക്ഷ പുറപ്പെട്ടു. ശിക്ഷ പുറപ്പെട്ടു. അവനെ രാജ്യത്വത്തിൽ നിന്ന് നീക്കി. അവൻ ചെയ്ത തെറ്റിന് അവൻ മരണശിക്ഷ അനുഭവിക്കണം. രണ്ടുപേരും മരണയോഗ്യരാണ്. ദൈവത്തോട് അതിക്രമം ചെയ്ത ശൗലും ദൈവത്തെ നിരസിച്ച് പാപം ചെയ്ത ദാവീദും രണ്ടുപേരും ശിക്ഷാർഹരാണ്, തെറ്റ് ചെയ്തവരാണ്. അവർക്കുള്ള ശിക്ഷ അവിടെ നിന്ന് പുറപ്പെട്ടു കഴിഞ്ഞു. എവിടെ നിന്ന്? ദൈവത്തിൻ്റെ നീതിയുള്ള ന്യായപ്രമാണത്തിൽ നിന്ന് ശിക്ഷ പുറപ്പെട്ടു കഴിഞ്ഞു. അടുത്തതാണ് ഏറ്റവും വലിയ ക്രിസ്തീയ വിശ്വാസം അല്ലെങ്കിൽ സത്യവിശ്വാസത്തിലെ ഒരു മനുഷ്യന്റെ നിലനിൽപ്പാണ് അടുത്ത ഭാഗം. ശിക്ഷ പുറപ്പെട്ടു കഴിഞ്ഞു. മനുഷ്യൻ ചെയ്ത അകൃത്യത്തിനൊത്തവണ്ണം ശിക്ഷ പുറപ്പെട്ടു കഴിഞ്ഞു. അത് അതിൻ്റെ സമയത്ത് വരും. ആ സമയം വരുന്നതിന് മുമ്പേ തന്നെ ഇവനെ എങ്ങനെയും രക്ഷിക്കാനായിട്ട്, അതായത് ആ ദുഷ്കാലം വരുന്നതിന് മുമ്പ്, ആ ന്യായവിധി ഇവന്റെ മേൽ വരുന്നതിന് മുമ്പ് ഇവനെ എങ്ങനെയും രക്ഷിപ്പാൻ ദൈവം ശ്രമിക്കുകയാണ്. ദൈവം അവനെ ഏതെങ്കിലും തരത്തിൽ അതിലേക്ക് നേരെ ചെന്ന് പെടാതെ വണ്ണം ദൈവം ഇവരെ മാനസാന്തരപ്പെടാൻ ശ്രമിക്കുക. ദാവീദ് ഇത് ചെയ്തതിൽ പിന്നെ ദൈവം അവന് സ്വസ്ഥത കൊടുത്തിട്ടില്ല. ദൈവത്തിന്റെ സ്നേഹം നോക്കണം. ഒരു മനുഷ്യനോടുള്ള ദൈവത്തിന്റെ സ്നേഹം നമ്മൾ മനസ്സിലാക്കണം. തെറ്റ് ചെയ്തു, അതിന് ശിക്ഷയുണ്ട്, അത് എഴുതി വെച്ചിട്ടുണ്ട്, അത് പുറപ്പെട്ടു കഴിഞ്ഞു, മാറ്റമൊന്നുമില്ല. പക്ഷെ ഇവിടെ എത്താൻ ഒരു സമയമുണ്ട്. ആ സമയം എന്ന് പറയുന്നത് ദുഷ്കാലമാണ്. അതിനൊരു പീരീഡ് ഉണ്ട്. അത് എത്തുന്നതിന് മുമ്പ് തന്നെ കർത്താവ് ഇങ്ങ് എത്തി. കർത്താവ് എത്തിയതിന് ശേഷം ഏത് വിധേനയും ഇവനെ ഈ ന്യായവിധിയിൽ നിന്ന് രക്ഷിക്കണം. ദൈവം ശ്രമിക്കാൻ തുടങ്ങി. ആദ്യമേ തന്നെ ഉണ്ടല്ലോ, ആദ്യം ദാവീദിനോട് ചെയ്തത് ദുർവർത്തമാനമാണ്. ദാവീദ് ഈ പാപം ചെയ്തതിൽ പിന്നെ ഒരു നല്ല വർത്തമാനം കേൾക്കാനില്ല. ഏതെങ്കിലും തരത്തിലുള്ള ദുർവർത്തമാനമേ ഉള്ളൂ. കേൾക്കുമ്പോൾ ദുഃഖം കൊണ്ട് ഹൃദയം തകർന്നു പോകത്തക്ക തരത്തിലുള്ള വാക്കുകളാണ് ദൂതായിട്ട് കേൾക്കുന്നത്. അത് നമ്മൾ പിന്നീട് വായിക്കുന്നുണ്ട്. മാനസാന്തരപ്പെട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും, ക്രമീകരണം പ്രാപിച്ചപ്പോഴേക്കും ദാവീദ് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന, കർത്താവേ, സന്തോഷവും ആനന്ദവും എന്നെ കേൾക്കുമാറാക്കണമേ. അപ്പൊ നാളുകളായി ഈ പ്രവൃത്തി ചെയ്തത് പിന്നെ
ദൈവത്തെ നിരസിച്ച് ഈ പ്രവൃത്തി ചെയ്തതിൽ പിന്നെ ഈ മനുഷ്യൻ സ്വസ്ഥത എന്ന് പറയുന്നത് അനുഭവിച്ചിട്ടില്ല. എന്താ കാരണം? ദൈവം സ്വസ്ഥത കൊടുക്കുന്നില്ല. ഒരു കാഴ്ച കാണുന്നുണ്ടെങ്കിൽ ഹൃദയം തകർന്നു പോകുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. ഒരു ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ, ഒരു വാർത്ത ആരെങ്കിലും കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ, താൻ അപമാനിക്കപ്പെടുന്നതും വേദനപ്പെടുന്നതും തകർന്നു പോകുന്നതുമായ വാർത്തയാണ് കേൾക്കുന്നത്. ദിനം പ്രതി ദിനം പ്രതി എന്തിനു വേണ്ടിയിട്ടാ? കർത്താവ് ഓർപ്പിക്കുക. കർത്താവ് ഓർപ്പിക്കുക. എന്തിനു വേണ്ടിയിട്ട്? ദാ നീ ചെയ്ത തെറ്റിന്റെ ശിക്ഷ മരണം അവിടുന്ന് പുറപ്പെട്ടു കഴിഞ്ഞ് ഇങ്ങ് എത്തും. ഇങ്ങോട്ട് എത്തും. അതെത്തി നിന്റെ ജീവിതത്തിൽ നീ അതിനെ അടിപ്പെട്ടു പോയി കഴിഞ്ഞാൽ ഇല്ലാതെയായി പോകും. അതിനു മുമ്പേ നീ ആ വരുന്ന ശിക്ഷയിൽ നിന്ന് മാറണം. ഇതിനു വേണ്ടിയിട്ടാ. മാറൂല. ശത്രുവാണെങ്കിൽ നോക്കിയിരിക്കുകയാണ്. എന്താ? ഈ മരണം ഇവന്റെ മേൽ വരണം. ദാവീദ് മരിക്കണം. ദാവീദ് ഇല്ലാതെയാകണം. ദൈവത്തിന്റെ പദ്ധതി പൊളിക്കണം. ശത്രു ഇത് കരുതിക്കൂട്ടി ഇവൻ മാനസാന്തരം ഇല്ലാതെ നടത്തിക്കൊണ്ടിരിക്കുക. സന്തോഷമില്ല, ആനന്ദമില്ല, ഒന്നുമില്ല. ദിനം പ്രതി ദിനം പ്രതി. ഇപ്പൊ വരും. എന്തു വരും? വരുന്നത് ചെറിയ കാര്യമല്ല. ദുഷ്കാലം വന്നാലോ? ആ ദുഷ്കാലത്ത് മരണമാണ് ഇവിടെ വരാൻ പോകുന്നത്. ദാവീദിനെ കൊല്ലാൻ പോവാ. ശിക്ഷാർഹനാണ്. ദൈവമാണെങ്കിൽ ഇവനെ എങ്ങനെയും ഏത് വിധേനയും ഒന്ന് മാനസാന്തരപ്പെട്ട് ആ മരണം വരുമ്പോഴേക്കും ഇവൻ അതിനോട് അടുക്കാതെ വണ്ണം, ആ മരണം ഇവന് ഭവിക്കാതെ വണ്ണം ദൈവം മാർഗങ്ങളെ ചിന്തിക്കുക. അതാണ് ദൈവത്തിന്റെ പ്രവൃത്തി. അതാണ് ദൈവത്തിന്റെ പ്രവൃത്തി. അതാ കർത്താവിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത്. സെഫന്യാവിന്റെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്താ? നാണമില്ലാത്ത ജാതിയെ, ആ ഭാഗം നോക്കുന്നു വായിക്കാം. നാണമില്ലാത്ത ജാതിയെ, നാണമില്ലാത്ത ജാതിയെ, പറഞ്ഞ വാക്ക് ശ്രദ്ധിക്കണം. ആ വാക്യത്തിൽ നാണമില്ല. ആർക്കാ ഈ നാണമില്ലാത്ത? നാണമില്ലാതായി പോകുന്ന ആർക്കാ? നാണമില്ലാത്ത ജാതിയെ. ആർക്കാ നാണമില്ലാതാവുന്നത്? നാണം വരുന്നത് ആർക്കാ? മനുഷ്യന് നീതിബോധം വരുമ്പോഴാണ് നാണം വരുന്നത്. നീതി കെട്ടവന് നാണം എന്തെന്ന് അറിഞ്ഞുകൂടാ. സദൃശവാക്യങ്ങൾ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. നീതി കെട്ടവനോ നാണം എന്തെന്ന് അറിഞ്ഞുകൂടാ. ഇവനിൽ നീതിയില്ല. ദാവീദ് നാണം കെട്ടവനൊന്നുമല്ല. യഥാർത്ഥത്തിൽ നീതിബോധമുള്ളവനും യാതൊരു അനീതിയും ചെയ്യാൻ ഇഷ്ടമില്ലാത്തവനും ദൈവത്തിന്റെ വിശ്വസ്തനുമായ ഏറ്റവും ശ്രേഷ്ഠനായ ഒരു കർത്താവിന്റെ ദാസനായിരുന്നു. ഇന്നവന് നാണമില്ല. കാരണം എന്താ? നാണം പോയി. നീതി പോയി. പിന്നെ ഇങ്ങനെ നാണം ഉണ്ടാവണേ? ഊര്യാവ് മരിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ ഊര്യാവ് മരിച്ചു. ശത്രുവിന്റെ ആയുധത്താൽ ഊര്യാവ് മരിച്ചു എന്നുള്ള വാർത്ത വന്ന് പറഞ്ഞപ്പോ ദാവീദ് പറഞ്ഞെന്താണെന്നറിയോ? വാളല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും നാശം ചെയ്യും, അതിൽ നിങ്ങൾ വിഷമിക്കരുത്. എന്താ പറഞ്ഞത്? ഇത് ചെയ്യിച്ചതാരാ? ദാവീദാ ഇത് ചെയ്യിച്ച്. സ്വന്തം സഹോദരൻ ഊര്യാവ് എന്ന് പറയുന്ന നീതിമാനായ മനുഷ്യനെ കൊല്ലിച്ചതിന് ശേഷം, ശത്രുവിന്റെ കൈകൊണ്ട് കൊല്ലിച്ചതിന് ശേഷം ആ വാർത്ത വന്നപ്പോൾ പറയുകയാണ്, വാളാണ്, യുദ്ധമല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും നാശം ചെയ്യും. ശത്രുക്കൾ മാത്രമേ മരിക്കാവുന്നില്ല, നമ്മളും മരിക്കും. അതിൽ വ്യസനം തോന്നരുത്. എവിടെ പോയി പറയാൻ നമ്മൾ പറയുന്ന ജാതികളുടെ ഇടയിൽ പറയുന്ന പോലെ വല്ല ഉളുപ്പുണ്ടോ എന്ന് ചോദിക്കുന്ന പോലെ എന്തെങ്കിലും ഒരു നാണമുണ്ടോ? ഇല്ല, നാണം പോയി. ഒരാൾക്കുള്ള ബാധകമല്ല, സകല മനുഷ്യർക്കുള്ളതാണ്. അനീതി മനുഷ്യന്റെ ജീവിതത്തിൽ നിന്ന് വെളിപ്പെട്ട് വന്നു കഴിഞ്ഞാൽ അതോടുകൂടി നഷ്ടപ്പെടുന്നതാണ് നാണം. പിന്നെ അവന് നാണമില്ല. അവന്റെ ജീവിതത്തിൽ പിന്നെ നാണമില്ല. അവൻ എന്തും പറയാം, അവൻ ഏതും ചെയ്യാം.
എന്തിനാ നീ അത് ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ന്യായമില്ല. അത് അങ്ങനെ ചെയ്തു. അപ്പൊ എന്താ അതിന് മാത്രം കാര്യമുള്ളത്? നാണമില്ലാത്ത ജാതിയെ, നാണം നഷ്ടപ്പെട്ടു. ആ, വാക്യം വായിക്കാം. ആ, സെഫന്യാവിന്റെ പുസ്തകം 2-ാം അധ്യായത്തിന് 1 എഴുതിയിരിക്കുന്നത്. നാണമില്ലാത്ത ജാതിയെ നിർണയം ഭരിക്കുന്നതിന് മുമ്പേ നീ ആ അനീതി ചെയ്ത് നിനക്ക് ഇപ്പൊ നാണമില്ലല്ലോ. ആ അനീതി ചെയ്തപ്പോൾ തന്നെ നിർണയിക്കപ്പെട്ടു പോയി. നീ ആദ്യം അത് മനസ്സിലാക്കുക. നീ മിടുക്കനായതുകൊണ്ടല്ല. ഇതുവരെയും നീ ചെയ്ത തെറ്റിന് നിനക്ക് ശിക്ഷ വന്നില്ല എന്ന് നീ ഉള്ളിൽ സന്തോഷിക്കുന്നു. ഒന്നും സന്തോഷിക്കണ്ട. പുറപ്പെട്ടു കഴിഞ്ഞു. നീ ചെയ്ത തെറ്റിന് എത്രമാത്രം ആഴമുണ്ടോ, കാഠിന്യമുണ്ടോ, അതിന് തക്കവണ്ണം ന്യായവിധി അവിടെ നിന്ന് പുറപ്പെട്ടു കഴിഞ്ഞു. അത് മരണമായാലും, അംഗഭംഗമായിരുന്നാലും, അപമാനമായിരുന്നാലും, നിന്ദയായിരുന്നാലും, രോഗമായിരുന്നാലും, പീഡയായിരുന്നാലും, എന്തായിരുന്നാലും അവിടെ നിന്ന് പുറപ്പെട്ടു കഴിഞ്ഞു. ഒരു കുറവുമില്ലട്ടോ. ദൈവം അങ്ങനെ കുറയ്ക്കുന്നവനല്ല. ദൈവത്തിന്റെ നീതിയുടെ പുസ്തകത്തിൽ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് ഓരോരുത്തരുടെയും ഓരോ ലംഘനങ്ങൾക്കും. നമ്മൾ വായിക്കുന്ന പോലെ ഓരോ ലംഘനങ്ങൾക്കും തക്കതായ പ്രതിഫലം കൊടുക്കുന്നവനാണ് ദൈവം. ഇവിടെ പറയുകയാണ്, നാണമില്ലാത്ത ജാതിയെ നിർണയം ഫലിക്കുന്നതിന് നിർണയം കൊണ്ട് മരണം പുറപ്പെട്ടിട്ടുണ്ട് അവിടുന്ന്. ദാവീദേ, നീ സന്തോഷിക്കൊന്നും വേണ്ട. നീ ജയിച്ചെന്നും വിചാരിക്കണ്ട. കാര്യം നേടിയെന്നും വിചാരിക്കണ്ട. പുറപ്പെട്ടു കഴിഞ്ഞു. നിർണയം പുറപ്പെട്ടു കഴിഞ്ഞു. നീതിയുടെ പ്രമാണത്തിൽ നിന്ന് മരണം പുറപ്പെട്ടു കഴിഞ്ഞു. ഒരു ശകലം കുറച്ച് താമസമേ ഉള്ളൂ ഇവിടെ എത്താൻ. അത് ദുഷ്കാലത്ത് നിന്റെ മേൽ വരും, നിന്നെ പിടിക്കും, നീ ചെയ്തതിന് ശിക്ഷ അനുഭവിക്കുകയും ചെയ്യും. അത് ഫലിക്കുന്നതിന് മുമ്പേ, നിർണയം ഫലിക്കുന്നതിന് മുമ്പേ ദിവസം എങ്ങനെ പോവാന്നറിയോ? പതിര് പോലെ പാതിപ്പായി പോയിക്കൊണ്ടിരിക്കുക. എത്ര നാളായി ഇപ്പോ അതൊക്കെ മറന്നില്ലേ? എത്ര നാളായി? പണ്ട് എന്തൊക്കെയോ സംഭവിച്ചു എന്ന് വിചാരിച്ച് എപ്പോഴും അത് നോക്കിയിരിക്കണം. മനുഷ്യൻ മറക്കും, ദൈവം മറക്കില്ല. മനുഷ്യൻ മറക്കും, ദൈവം മറക്കില്ല. ദിവസം പതിർ പോലെ പാറിക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ശിക്ഷ ഇപ്പെങ്ങെത്തും, നിർണയം ഇപ്പെങ്ങെത്തും. നീ ചെയ്തതിന് ഒത്തവണ്ണം ഓരോരുത്തരും അവനവന്റെ പ്രവർത്തിക്ക് തക്കവണ്ണം, ഹൃദയാവസ്ഥയ്ക്ക് ഒത്തവണ്ണം പകരം നൽകുവാൻ കഴിവുള്ളവൻ അവിടെ നിന്ന് നിർണയം പുറപ്പെടുവിച്ചു കഴിഞ്ഞു. ആ നിർണയം ഇതാ വന്നു കഴിഞ്ഞു. ഫലിക്കുന്നതിന് മുമ്പേ യഹോവയുടെ ഉഗ്രകോപം നീ ചെയ്തതെന്താണെന്നറിയാ? ഉഗ്രകോപത്താൽ, ഉഗ്രകോപം അവിടെ നിന്ന് ന്യായവിധിയായിട്ട് പുറപ്പെട്ടു കഴിഞ്ഞു. ന്യായവിധിയായിട്ട് പുറപ്പെട്ടു കഴിഞ്ഞു. അത് നിങ്ങളുടെ മേൽ വരുന്നതിന് മുമ്പേ ഒരു മാർഗമുണ്ട്. എന്താണ്? യഹോവയുടെ കോപ ദിവസം. ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ ദുഷ്കാലം നിന്റെ മേൽ വരുന്നതിന് മുമ്പേ കൂടി വരുവീ. ഒന്ന് കൂടി വരുവീ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ കൂടി വന്നേക്കുന്ന അതിനാ. ഇപ്പൊ നമ്മൾ കൂടി വന്നിരിക്കുന്ന അതിനാണ്. ദിവസം പതിർപോലെ പാറിപ്പോവുക. നമ്മുടെ ജീവിതത്തിൽ ന്യായവിധിക്കുള്ള തെറ്റുകൾ, കുറ്റങ്ങളെല്ലാം ഉണ്ട്. അത് അവിടുന്ന് പുറപ്പെട്ടു കഴിഞ്ഞു. അതിവിടെ വരുന്നതിന് മുമ്പേ, അത് ചെറിയ തെറ്റായിരുന്നാലും ചെറുതായിരുന്നാലും വലുതായിരുന്നാലും അതിങ്ങോട്ട് എത്തുന്നതിന് മുമ്പേ ദൈവം ഉണർത്തിയതാണ്. എന്ത്? കൂടി വരുവീൻ, ഒരു ഉപവാസം പരസ്യം ചെയ്യുവീൻ, കൂടി വന്ന് തങ്ങളുടെ തെറ്റുകളെ ഏറ്റുപറ, തങ്ങളുടെ കുറ്റങ്ങളെ ഏറ്റുപറ. ലംഘനം മറയ്ക്കുന്നവന് ശുഭം വരികയില്ല. ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവന് കരുണ ലഭിക്കും. ഏറ്റുപറ, കൂടി വാ. നിർണയം ഫലിക്കുന്നതിന് മുമ്പേ കൂടി വരുവീൻ. കർത്താവിന് സ്തോത്രം. ഈ ഇത്രയായിട്ട് വല്ല മാറ്റമുണ്ടോ? ഒരു മാറ്റവും, യാതൊരു മാറ്റവും. ഒടുവിൽ നാഥാൻ പ്രവാചകനെ അയക്കുകയാണ്. എന്താണെന്നറിയാമോ? എന്തെല്ലാം നഷ്ടപ്പെട്ടു എന്നറിയാമോ? പാപത്തോടു കൂടി എന്തെല്ലാം നഷ്ടപ്പെട്ടു? യഹോവേ, മനുഷ്യർക്കുമുള്ള ആത്മാവിനാൽ എന്നെ താങ്ങണമേ.
നിർമ്മലമായൊരു ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ. രക്ഷയുടെ സന്തോഷം തിരികെ തരണമേ. അധരങ്ങളെ തുറക്കണമേ. യാഗങ്ങളിൽ പ്രസാദിക്കണമേ. ഇതെല്ലാം നഷ്ടപ്പെട്ടതാ. ഇതെല്ലാം നഷ്ടപ്പെട്ടതാ. ഇത്രയായിട്ടും അറിഞ്ഞിട്ടില്ല. എന്തൊക്കെ? നിർമ്മലമായൊരു ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ. ഹൃദയത്തിന്റെ നൈർമല്യം പോയി. സ്ഥിരമായൊരു ആത്മാവിനെ, സ്ഥിരതയുടെ ഒരു ആത്മാവിനെ എനിക്ക് തരണം. സ്ഥിരത പോയി. മനസ്സൊരുക്കമുള്ള ആത്മാവിനെ എന്നെ താങ്ങണമേ. മനസ്സൊരുക്കം ഉള്ള ആത്മാവില്ല. എൻ്റെ അധരത്തെ തുറക്കണമേ. ദൈവം അധരത്തെ തുറന്നാൽ പ്രത്യേകത എന്താ? ഇതെല്ലാം ഓരോന്ന് ശുശ്രൂഷിക്കേണ്ടതാ. ദൈവം അധരത്തെ തുറന്നാലേ ദൈവത്തിന്റെ വചനം ശുശ്രൂഷിക്കാൻ പറ്റുള്ളൂ. ദൈവം ഒരാളുടെ അധരത്തിൽ കൂടി സംസാരിക്കണമെങ്കിൽ ദൈവം അധരം തുറക്കണം. ദൈവം എങ്ങനെ അധരം തുറക്കും? എഹെസ്കേൽ 3-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത്, ഞാൻ നിന്നോട് സംസാരിക്കുമ്പോൾ ഞാൻ നിന്റെ അധരത്തെ തുറക്കും. ദൈവം ഒരാളുടെ പ്രാണനോട് സംസാരിക്കുമ്പോഴാണ് അയാളുടെ അധരം തുറന്ന് വചനം സംസാരിക്കുന്നത്. അതിപ്പോൾ ഇല്ല. ദാവീദിന് ഇപ്പം അങ്ങനെ പരിപാടി ഇല്ല. കർത്താവേ, യെരൂശലേമിന്റെ മതിലുകളെ പണിയണമേ. അപ്പോൾ നീ ഹോമയാഗങ്ങളിൽ പ്രസാദിക്കും. യാഗത്തിൽ പ്രസാദിക്കുന്നില്ല. ഒരു 6-7 കൂട്ടം കാര്യങ്ങൾ അവിടെ എഴുതിയിട്ടുണ്ട്. ഒക്കെ നഷ്ടപ്പെട്ടു പോയതാ. ഒക്കെ നഷ്ടപ്പെട്ടു പോയതാ. ഇനി ശേഷിക്കുന്നത് എന്തൊക്കെയുണ്ട്? അതും പറയുന്നുണ്ട്. എൻ്റെ പരിശുദ്ധാത്മാവിനെ ഒന്നും എടുക്കരുത്. കൊടുത്ത അഭിഷേകത്തിൽ കൊടുത്ത പരിശുദ്ധാത്മാവിനെ ഇതുവരെ എടുത്തിട്ടില്ല. 2, നിന്റെ സന്നിധിയിൽ നിന്നെ തള്ളിക്കളയരുതേ. ദൈവസന്നിധിയിൽ ഇപ്പോഴും ഉണ്ട്. നിന്റെ സന്നിധിയിൽ ഇപ്പോഴും ഉണ്ട്. ഇത് രണ്ടും കളഞ്ഞിട്ടില്ല. മറ്റത് 7 കൂട്ടം കാര്യങ്ങളും പോയി. ഒരു ദൈവത്തിന്റെ പൈതലിന് ഇത് ദൃഷ്ടാന്തമാണ്. ഓർക്കണം, ഹൃദയത്തിന്റെ നിർമ്മലത. ഹീസോപ്പ് കൊണ്ട് എന്നെ കഴുകണം. അത് പോയി. മനസ്സൊരുക്കമുള്ള ആത്മാവ് അത് പോയി. സ്ഥിരതയുടെ ആത്മാവ് അത് പോയി. രക്ഷയുടെ സന്തോഷം ഇല്ല. അധരം തുറക്കണമേ. അധരം തുറക്കുന്നില്ല. കർത്താവ് സംസാരിക്കാതെ അധരം തുറക്കാൻ പറ്റുമോ? പറ്റില്ല. യാഗത്തിൽ പ്രസാദിക്കണമേ. മനസ്സൊരുക്കുള്ള ആത്മാവിനെ തരണമേ. യാഗത്തിൽ പ്രസാദിക്കുന്നില്ല. ഇങ്ങനെ ആയിരിക്കുന്ന സമയമാണ്. 2 കാര്യം ശേഷിക്കുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ. ഏതൊക്കെയാ? പരിശുദ്ധാത്മാവിനെ എടുത്തിട്ടില്ല, സന്നിധിയിൽ തള്ളിക്കളഞ്ഞിട്ടുമില്ല. 2 കാര്യം ഇനി നിൽക്കുന്നുണ്ട്. കർത്താവെ, പരിശുദ്ധാത്മാവിനെ എടുക്കരുതേ, നിന്റെ സന്നിധിയിൽ നിന്ന് തള്ളിക്കളയരുത്. ഈ 2 കാര്യങ്ങൾ അവിടെ ഉണ്ട്. കർത്താവിന് സ്തോത്രം. നാഥാൻ പ്രവാചകനെ പറഞ്ഞു വിട്ടു, നീ ചെല്ല്, എൻ്റെ ദാസനായ ദാവീദിനോട് പറയേ, ഈ കാര്യം പറ. നാഥാൻ പ്രവാചകൻ വന്നു, കാര്യങ്ങൾ പറഞ്ഞു. ഒരു ധനവാനുണ്ടായിരുന്നു, ഇഷ്ടംപോലെ ആടുകളുണ്ടായിരുന്നു. ഒരു ദരിദ്രനുണ്ടായിരുന്നു, അവനൊരു കുഞ്ഞാടുണ്ടായിരുന്നു. ആ കുഞ്ഞാട് അവന്, ഈ ദരിദ്രന്, ഒരു സ്വന്തം മോളെ പോലെയായിരുന്നു. ഈ ധനവാന്റെ വീട്ടിൽ ഒരു വിരുന്നുകാരൻ വന്നു. ആ വിരുന്നുകാരൻ വന്നപ്പോൾ ധനവാൻ തൻ്റെ തൻ്റെ വീട്ടിലുണ്ടായിരുന്ന അത്രയും ആടുകളിൽ നിന്ന് ഒരെണ്ണത്തിനെ എടുത്ത് വിരുന്നുകാരന് ഭക്ഷണമായി കൊടുക്കാതെ ഈ ദരിദ്രന്റെ വീട്ടിൽ ചെന്ന് അവൻ്റെ ആടിനെ എടുത്തുകൊണ്ട് വന്ന് പാകം ചെയ്ത് വഴിപോക്കിന് കൊടുത്തു. ഇത്രയും വരെ കേട്ടിരുന്നപ്പോൾ ഉടനെ തന്നെ ദാവീദ് എഴുന്നേറ്റു. ആരായിരുന്നാലും ആ ചെയ്തവൻ മരണയോഗ്യനാണ്. അത്രയും മതി. കാരണം കർത്താവിന്റെ വചനം ദാവീദ് തന്നെ പ്രകാരം പറയുന്നുണ്ട്,
അന്തർഭാഗത്തിലെ സത്യമല്ലോ നീ ഇച്ഛിക്കുന്നു. നഷ്ടപ്പെട്ടു പോകാത്ത ഒരു സത്യം അന്തർഭാഗത്തുണ്ട്. അതൊന്ന് ഉണർത്തിക്കൊണ്ട് വരാൻ വേണ്ടിയിട്ടാ കർത്താവ് ആളെ പറഞ്ഞു വിട്ടത്. കർത്താവിന് സ്തോത്രം. എന്തിനു വേണ്ടിയിട്ട്? എന്തിനു വേണ്ടിയിട്ട്? ഇന്ന് ആ വാക്ക് പറഞ്ഞില്ല എങ്കിൽ, ഈ അന്തർഭാഗത്തിലെ സത്യം ഉണർന്നില്ലെങ്കിൽ സംഭവിക്കുന്നതെന്നറിയാമോ? സംഭവിക്കുന്നത് ദൈവസന്നിധിയിൽ നിന്ന് തള്ളിക്കളയും, പരിശുദ്ധാത്മാവിനെ എടുക്കും, ദുഷ്കാലം വരും, മരണം വരും, ദാവീദിനെ കൊണ്ടുപോകും. ഈ 3 കാര്യങ്ങൾ സംഭവിക്കുന്നതിന് മുമ്പേ തന്നെ ദൈവം തൻ്റെ ദാസനെ പറഞ്ഞുവിട്ട് അവൻ്റെ പരമാർത്ഥ മനസ്സിനെ ഉണർത്തി. ആരായാലും അവൻ മരണയോഗ്യൻ. അപ്പോൾ തന്നെ പ്രവാചകൻ പറഞ്ഞു, വേറെ ആരുമല്ല, ആ ആള് നീ തന്നെയാണ്. നീ ഹിത്യനായ ഉരിയാവിൻ്റെ ഭാര്യ എടുത്തതിന് ശേഷം അവനെ ശത്രുവിൻ്റെ വാൾ കൊണ്ട് കൊല്ലിക്കുമാറാക്കിയില്ലേ? ചെയ്തില്ലേ? നിന്റെ ഭവനത്തെ വാള് വിട്ട് മാറില്ല, നീ മരണയോഗ്യനാണ്. ഉടനെ തന്നെ ദാവീദ് പറഞ്ഞു, ഞാൻ തെറ്റ് ചെയ്തിരിക്കുന്നു, എൻ്റെ ദൈവമായ യഹോവയോട് പാപം ചെയ്തിരിക്കുന്നു. കർത്താവിന് സ്തോത്രം. ദൈവം വിടുതൽ കൊടുത്തു. ദൈവം വിടുതൽ കൊടുത്തു. തീർന്നിട്ടില്ല. മറ്റത് പുറപ്പെട്ടത് മടങ്ങി പോകുന്നില്ല. അത് വരും. അത് വരും. അതുകൊണ്ടാ പറഞ്ഞത്, നാണമില്ലാത്ത ജാതിയെ നിർണയം ഫലിക്കുന്നതിന് മുമ്പേ, യഹോവയുടെ കോപദിവസം വരുന്നതിന് മുമ്പ് ഇതാ ദിവസം പതിർ പോലെ പോയിക്കൊണ്ടിരിക്കുക. കൂടി വരുവീൻ, മാനസാന്തരപ്പെടുവീൻ. കാരണം ന്യായവിധി വരുന്നതിന് മുമ്പേ തന്നെ ഇവിടെ ദാവീദിന് നാണം വന്നു. അനീതിയിൽ രസിച്ചിരുന്ന സമയത്ത് നിന്ന് മാറി ഇന്ന് ദാവീദിന് നാണം വന്നു. അയ്യോ, ഞാൻ ചെയ്തതെന്താ? ഞാൻ യഹോവയോട് പാപം ചെയ്തിരിക്കുന്നു. തന്നെക്കുറിച്ച് ലജ്ജിച്ചു, തന്റെ പ്രവൃത്തിയെക്കുറിച്ച് ലജ്ജിച്ചു. മതി, നീ മരിക്കുകയില്ല. ഇനി നീ മരിക്കുകയില്ല. പ്രവാചകൻ പറയുകയാണ്, നീ മരിക്കില്ല. അപ്പൊ പിന്നെ വന്ന് മരണം അങ്ങോട്ട് പോകും. ഈ ന്യായവിധി പുറപ്പെട്ടു വന്ന മരണം അങ്ങോട്ട് പോകും. വഴിയുണ്ട്. ദാവീദ് രക്ഷപ്പെട്ടു. മരണം അതിൻ്റെതായ വഴിക്ക് വന്നു. നാളുകൾ കഴിഞ്ഞു. സമയമായി, ദുഷ്കാലത്തിന്റെ സമയമായി. രാജകൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങി ഓടേണ്ട സന്ദർഭം വന്നു. അതായത് ദുഷ്കാലം വന്നു. ദാവീദ് ചെയ്ത തെറ്റിന്റെ ശിക്ഷ, മരണം അവിടെ നിന്ന് പുറപ്പെട്ടത് വന്നു. അബ്ശാലോം തിരിഞ്ഞു. അഹീത്തോഫേൽ എന്ന മന്ത്രി തിരിഞ്ഞു. കൂടെ ഉണ്ടായിരുന്നവർ അനേകർ തിരിഞ്ഞു. ഓടുകയല്ലാതെ നിവർത്തിയില്ല. ഓടി. പക്ഷെ മരണം പോവോ? മരണമൊന്നും പോവില്ല. അവൻ കൊലപാതകനെങ്കിൽ അവന്റെ ശിക്ഷയ്ക്കുള്ള മരണം അവനെ തേടി വരിക തന്നെ ചെയ്യും. മരണം വന്നു. എന്താ ചെയ്യണ്ടേ? അബ്ശാലോം രാജകുമാരൻ ഇപ്രകാരം പറഞ്ഞു, ഒരാലോചന പറഞ്ഞു തരണം. എന്തെന്നാൽ ഒരാലോചന. കാരണം ഇപ്പോ
അപ്പൻ ദാവീദ് രാജകൊട്ടാരത്തിൽ നിന്ന് കുറെ ആളുകളുമായിട്ട് മരുഭൂമിയിലേക്ക് പോയിരിക്കുക. അവരെ നാളെ തിരിച്ചു വരുമല്ലോ എന്ന് അറിയാൻ പാടില്ല. അതുകൊണ്ട് നമ്മൾ എന്തെങ്കിലും അതിന് ചെയ്യണമെന്ന് പറഞ്ഞപ്പോ, അതായത് അപ്പനെ കൊല്ലണം. ദാവീദിനെ കൊല്ലണം. കാരണം വന്നിരിക്കുന്നത് ആരാന്നറിയോ? മരണമാ വന്നിരിക്കുന്നത്. ദാവീദ് ചെയ്ത തെറ്റിന്റെ മരണമാ വന്നിരിക്കുന്നത്. തെറ്റിന്റെ ശിക്ഷയാ വന്നിരിക്കുന്നത്. അബ്ശാലോം ആലോചന പറയാൻ പറഞ്ഞു. 2 പേര് പ്രധാനപ്പെട്ട ആലോചനക്കാരുണ്ട് അവിടെ. ഒന്ന് അഹീത്തോഫേൽ, മന്ത്രി. അഹീത്തോഫേൽ ആരാന്നറിയാവോ? അഹീത്തോഫേൽ എന്ന് പറഞ്ഞാൽ അവൻ എന്തെങ്കിലും ഒരു ആലോചന പറഞ്ഞാൽ ദൈവം ആലോചന പറയണ പോലെ ഇരിക്കും. ദൈവത്തിന്റെ ആലോചനയ്ക്ക് ഭംഗം വരുമോ? ഇല്ല. മാറ്റം വരുമോ? ഇല്ല. വ്യത്യാസം വരുമോ? ഇല്ല. അത് പറഞ്ഞാൽ അതുപോലെ തന്നെയാണ്. അതുപോലെയാ അഹീത്തോഫേലിന്റെ ആലോചന. അതുപോലെ വേറൊരാളുണ്ട്, ഹൂശായി എന്ന് പറഞ്ഞ ഒരാളുണ്ട്. അദ്ദേഹം ആലോചനക്കാരനാണ്. ഈ കൂട്ടുകെട്ടില്, തനിക്കെതിരെയുള്ള കൂട്ടുകെട്ടില് അഹീത്തോഫേലും കൂടെ ഉണ്ട് എന്നറിഞ്ഞപ്പോ സ്വന്തം മകൻ കൊല്ലാൻ നടക്കുക. ആ കൂട്ടുകെട്ടിൽ അഹീത്തോഫേലും കൂടെ ഉണ്ടെന്ന് പറഞ്ഞപ്പോ ദാവീദ് ഉടനെ പ്രാർത്ഥിച്ചു. കാരണം അഹീത്തോഫേൽ ആരാന്നുള്ളത് ദാവീദിനറിയാം, മറ്റുള്ളവർക്ക് അറിയില്ല. യഥാർത്ഥത്തിൽ ദാവീദിനറിയാം. ഉടനെ തന്നെ ദൈവത്തോട് പ്രാർത്ഥിച്ചു, യഹോവേ, അഹീത്തോഫേലിന്റെ ആലോചന വ്യർത്ഥമാക്കണമേ. അഹീത്തോഫേല് ആലോചന പറഞ്ഞു കൊടുത്ത് ആ ആലോചന പ്രകാരം അബ്ശാലോം പോവുകയാണെങ്കിൽ പിന്നെ ഞാനില്ല, പിന്നെ ദാവീദില്ല. കാരണം അതുപോലുള്ള ആലോചനയാണ്. ആരാ വന്നിരിക്കുന്നറിയാമോ? മരണം. വന്നത് ഊരിയാവിന്റെ ഭാര്യയെ എടുത്ത് ഊരിയാവിനെ കൊന്ന നാളിൽ പുറപ്പെട്ട ന്യായവിധിയുടെ മരണമെന്ന ന്യായവിധിയാ വന്നിരിക്കുന്നത്. വിടുതലില്ല. ദൈവത്തോട് പ്രാർത്ഥിച്ചു. യഹോവ പ്രാർത്ഥന കേട്ടു. കൊട്ടാരത്തിൽ ആലോചന നടക്കുകയാണ്. അബ്ശാലോം രാജകുമാരൻ പറയുകയാണ്, നമ്മൾ ഇനി എന്ത് ചെയ്യണമെന്ന് അപ്പനോടും, അതായത് ദാവീദിനോടും അവന്റെ കൂട്ടരോടും എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ ആലോചന പറവീൻ. 2 പേരാണ് കേട്ടത്. അതിന്റെ മറുപടി പറയാൻ പോകുന്നത് ഒന്ന് അബ്ശാലോമും ഒന്ന് ഹൂശായിയും, ഒന്ന് അഹീത്തോഫേലും. അഹീത്തോഫേൽ ആദ്യം പറഞ്ഞു, എല്ലാവരെയും ഒന്നും കൊണ്ടുപോകണ്ട, നീ എനിക്ക് എൻ്റെ കൂടെ പോരാനായിട്ട് കുറച്ച് പേരെ തന്നാൽ മതി. ഞങ്ങള് ഈ മരുഭൂമിയിൽ ആയിരിക്കുന്ന ആ ജനത്തിന്റെ നേരെ ചെന്ന് യുദ്ധം ചെയ്ത് എല്ലാത്തിനെയും ചിതറിച്ച് കളയും, പേടിപ്പിക്കും. എല്ലാം 4 വഴിക്ക് ഓടും. യുദ്ധം കാണുമ്പോൾ അവസാനം ദാവീദ് മാത്രം ശേഷിക്കും. ഞാൻ ചെന്ന് അവനെ മാത്രം കൊന്നുകളയും, ദാവീദിനെ മാത്രം. അത് ആലോചനയാ. ദാവീദ് ഇല്ലാതാവാൻ പോകുന്ന ആലോചനയാ. എവിടെന്ന് വന്നതെന്നറിയാവോ? ന്യായവിധിയിൽ വന്ന ആലോചനയാണ്. ആ ആലോചനയാൽ ദാവീദ് മരിക്കാൻ പോവുക. ആ ആലോചന കൃത്യമായിട്ട് അഹീത്തോഫേൽ പറഞ്ഞു ദാവീദിനെ തകർക്കാൻ. ഹൂശായി എന്ന് പറയുന്നവൻ, അവൻ യഥാർത്ഥത്തിൽ ഉള്ളുകൊണ്ട് ദാവീദിന്റെ പക്ഷ. സംഗതി പ്രശ്നമാണെന്ന് എല്ലാവർക്കും ബോധ്യമായി, ബുദ്ധിയുള്ളവർക്കും മനസ്സിലായി, ഹൂശായിക്കും ബോധ്യമായി. സംഗതി പ്രശ്നമാ, ദാവീദ് മരിക്കാൻ പോവാ. ഹൂശായി ഇപ്രകാരം പറഞ്ഞു, ഞാനൊരു കാര്യം പറയാം. അഹീത്തോഫേല് നല്ല ആലോചനക്കാരനാ, അതിന് നമുക്ക് ഞാൻ അതിനെതിരൊന്നും പറയാനില്ല. പക്ഷെ ഈ പ്രാവശ്യം അഹീത്തോഫേൽ പറഞ്ഞ ആലോചന അത്ര നല്ലതല്ല. കാരണം അവര് ബുദ്ധിയുള്ളവരാ. നിന്റെ അപ്പൻ ജനത്തോടു കൂടി പാർക്കണമെന്നില്ല, വേറെ എവിടെയെങ്കിലും ഗുഹയിലോ വല്ലതും ഒളിച്ചിരിക്കുമായിരിക്കും. അവർ ചെന്ന് യുദ്ധം ചെയ്ത് 4 വശത്തേക്കും പോകണം. 4 വശത്തേക്കും യുദ്ധത്തിന് പോകും. ഓടിക്കഴിയുമ്പോൾ
നമ്മൾ ആളെ കാണില്ല. അത് നോക്ക്, ഞാൻ പറയുന്നത് അങ്ങനെയല്ല. എല്ലാം കൂടി ഇസ്രായേൽ ജനം മുഴുവനും കൂടി യുദ്ധത്തിന് പുറപ്പെടണം. രാജകുമാരൻ, അതായത് അബ്ശാലോം അതിന് നായകനായിരിക്കണം. ചെന്ന് യുദ്ധം ചെയ്ത് നമുക്ക് സകലതിനെയും നശിപ്പിച്ച് കളയാം. കേട്ട് കഴിഞ്ഞപ്പോൾ അബ്ശാലോമിന് തോന്നി, ഈ ആലോചന അഹീത്തോഫെലിന്റെ ആലോചനയേക്കാൾ ഹൂശായിയുടെ ആലോചനയാണ് നല്ലത്. ദൈവം ബുദ്ധി മറിച്ച് കളഞ്ഞതാ. കാരണം നമ്മൾ പറഞ്ഞ വചനം വായിച്ചല്ലോ, അകൃത്യം എൻ്റെ കുതികാലിനെ പിന്തുടർന്ന് എന്നെ വളയുന്ന ദുഷ്കാലത്ത് ഞാൻ ഭയപ്പെടുന്നതെന്തിന്? കാരണം ആ സമയത്ത് ദൈവം ദാവീദിന്റെ പക്ഷമാണ്. കാരണം അവൻ യഥാസ്ഥാനപ്പെട്ടു. ഇന്ന് അവന് നാണമുണ്ട്. അവന്റെ പാപത്തെക്കുറിച്ച് ഏറ്റു പറഞ്ഞു. ദൈവം അവന് മാപ്പ് കൊടുത്തു. ദൈവം അവന് വിടുതൽ കൊടുത്തു. ഇന്ന് ആ മരണം അവനെ അന്വേഷിച്ചു വന്നാൽ അവന്റെ അടുക്കളയിൽ എത്തില്ല. കാരണം ഇന്ന് അവന്റെ ദൈവം അവന്റെ പക്ഷമാണ്. അവരുടെ ബുദ്ധിയെ തിരിച്ചു കളഞ്ഞു. നിന്നവരുടെ ബുദ്ധിയെ തിരിച്ചു കളഞ്ഞു കർത്താവ്. അകൃത്യം കുതികാലിനെ പിന്തുടർന്ന് വരുമ്പോൾ ഭയപ്പെടാതിരിപ്പാൻ ഇന്ന് കൂടി വന്നിരുന്ന, ഇന്ന് ദൈവസേന ഉപവസിക്കുന്ന ജനത്തിന് അത് വിടുതലായിരിക്കട്ടെ. ആരെന്തെല്ലാം എവിടെയെല്ലാം വരട്ടെ. ഞാൻ എൻ്റെ കർത്താവിൻ്റെ സന്നിധിയിൽ ഇതാ എന്നെ തന്നെ സമർപ്പിക്കുന്നു. എൻ്റെ തെറ്റ് ഏറ്റു പറഞ്ഞു. അനർത്ഥം വരുന്നുണ്ട്, അത് കർത്താവ് നോക്കിക്കോളും. ഞാൻ ഭയപ്പെടേണ്ട കാര്യമില്ല. സംഭവിച്ചതെന്ത്? പറഞ്ഞതുപോലെ അബ്ശാലോം രാജകുമാരൻ യുദ്ധത്തിന് പുറപ്പെട്ടു. അഹീത്തോഫേല് നോക്കിയപ്പോൾ തൻ്റെ ആലോചന നടപ്പായില്ല. ഇനി ഇവൻ നേരെയാവില്ല എന്നുള്ളത് അഹീത്തോഫേലിന് മനസ്സിലായി. ദാവീദേ ജയിക്കൂ. കാരണം ആ അനർത്ഥത്തിലേക്ക് ഇവൻ തിരിഞ്ഞെന്ന് മനസ്സിലായി. അഹീത്തോഫേൽ ചെന്ന് ഗ്രഹകാര്യങ്ങൾ ക്രമപ്പെടുത്തിയതിനു ശേഷം ഞാൻ ചത്തു കളഞ്ഞു. വന്ന മരണം എവിടെ പോയി? ദാവീദ് മരിക്കേണ്ട സ്ഥാന. ആ ദാവീദ് ഇവന്റെ ആലോചന കേട്ട് അബ്ശാലോം പ്രവർത്തിച്ചെങ്കിൽ മരിച്ചു പോകുമായിരുന്നു. ദാവീദിനെ കൊല്ലുമായിരുന്നു. ആ സ്ഥാനത്ത് അഹീത്തോഫേൽ മരിക്കേണ്ടി വന്നു. അതെങ്ങനെ മരണം? ഹീനമായ മരണം. തൂങ്ങിച്ചത്, ശ്വാസം മുട്ടിച്ചത്ത് പോകുന്ന ഒരവസഹീനമായ ഒരു മരണത്തിലേക്ക് അഹീത്തോഫേൽ പോയി. അവന്റെ ജീവിതം അതോടെ അവസാനിച്ചു. യുദ്ധത്തിന് പോയവനോ, അവൻ പടയിൽ ദാവീദിന്റെ ചേവകരാൽ പട്ട് അവനും മരിച്ചു. അബ്ശാലോമും മരിച്ചു. തിരിഞ്ഞുപോയ വഴി, അകൃത്യം എൻ്റെ കുതികാലിനെ പിന്തുടർന്ന് എന്നെ വളയുന്ന ദുഷ്കാലത്ത് ഞാൻ ഭയപ്പെടുന്നത് എന്തിന്? ഞാൻ ഭയപ്പെടേണ്ട കാര്യമില്ല. അതിനു മുമ്പേ ഞാൻ ക്രമീകരിക്കേണ്ട കാര്യങ്ങൾ ക്രമീകരിച്ചാൽ മതി. ആ ക്രമീകരണത്തിനാണ് നമ്മൾ ഇന്ന് അടുത്ത് വന്നിരിക്കുന്നത്. ആ ക്രമീകരണത്തിനാണ് ഇന്ന് നമ്മൾ മുട്ടുകളെ മടക്കിയിരിക്കുന്നത്. ഉപവാസവും പ്രാർത്ഥനയുമായി മുട്ടുകളെ മടക്കിയിരിക്കുന്നത് അതിനു വേണ്ടിയിട്ടാണ്. ശിക്ഷ നമ്മൾ എല്ലാവർക്കും, ചെയ്ത തെറ്റിന് ശിക്ഷ എല്ലാവർക്കും ഉണ്ട്. പക്ഷേ പെരുവെള്ളം കവിഞ്ഞു വരുമ്പോൾ, അതായത് ന്യായവിധി വരുമ്പോൾ, അത് നിന്റെ അടുക്കളയോട് എത്തില്ല. ഇത് നിമിത്തം ഓരോ ഭക്തനും കണ്ടെത്താവുന്ന കാലത്ത് യഹോവയോട് പ്രാർത്ഥിക്കും. കണ്ടെത്താവുന്ന ഒരു കാലമുണ്ട്. മരണം അങ്ങ് വന്നതിന് ശേഷം കണ്ടെത്താമെന്ന് വിചാരിക്കണ്ട. കണ്ടെത്താവുന്ന ഒരു സമയമുണ്ട്. ഇന്ന് കണ്ടെത്താവുന്ന കാലമാണ്. അകൃത്യത്തിന്റെ കാലം എത്തിയിട്ടില്ല. അന്ന് ന്യായവിധി എത്തും. എല്ലാവർക്കും അവരവരുടേതായ പാപത്തിനുള്ള ശിക്ഷ വരും. അന്ന് ഭയപ്പെടാതെ ജീവിക്കാൻ ഇന്നേ ഉടയവനെ കണ്ടെത്താം. ഇന്നേ ഉടയവനുമായിട്ട് ചേരാം. ഇന്ന് ദൈവം തൻ്റെ പക്ഷക്കാരനായി തീരുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ ഭാഗത്ത് തങ്ങളെ തന്നെ താഴ്ത്താം. ലംഘനങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് ക്രമീകരണം പ്രാപിപ്പാൻ ഈ ഉപവാസ പ്രാർത്ഥനയിൽ സാധിക്കുന്നുവെങ്കിൽ നമുക്കിന്ന് സങ്കീർത്തനക്കാരനോടുകൂടി പറയാം, എന്നിൽ അകൃത്യമുണ്ട്, കുറ്റമുണ്ട്,
കുറവുകളുണ്ട്. എങ്കിലും എൻ്റെ ദുഷ്കാലത്ത് അതിൻ്റെ ന്യായവിധി എൻ്റെ അടുക്കിലേക്ക് വരുമ്പോൾ ഞാൻ ഭയപ്പെടാതിരിപ്പാൻ ഇന്ന് എൻ്റെ കർത്താവിൻ്റെ സന്നിധിയിൽ ഒരു ക്രമീകരണത്തിന് വേണ്ടി ഞാൻ അടുത്തു വരുന്നു. ആ ക്രമീകരണം ശൗലിന് സാധിച്ചില്ല. ഗിൽബോവ പർവ്വതത്തിൽ അവനും മക്കളും വീണു മരിച്ചു. അവൻ്റെ ന്യായവിധി അവൻ്റെ മേൽ വന്നു. ആ കൃത്യം അവൻ്റെ കുതികാലിനെ പിന്തുടർന്ന് വളഞ്ഞ ദുഷ്കാലത്ത് ഭയപ്പെട്ടുപോയി. അവൻ തനിക്ക് ചുറ്റും നിന്നും ആളുകൾ തന്നെയോട് യുദ്ധം ചെയ്യാൻ വരുവാണ് ശൗലിന്റെ നേരെ. എന്ത് ചെയ്യാൻ പറ്റും? രക്ഷയില്ല. അവിടെ സ്വന്തം വാളിൽ വീണു. അമാലേക്കൻ കഴുത്ത് വെട്ടി അവൻ മരിച്ചു. മക്കളും നശിച്ചു. ഇവിടെ ദാവീദോ അകൃത്യം ചെയ്തു. ദുഷ്കാലം വന്നു, മരണവും വന്നു. അവനോടടുത്ത് വന്നില്ല, വഴിമാറിപ്പോയി. കാരണം ദൈവം അവൻ്റെ പക്ഷക്കാരനാണ്. മരണം അബ്ശാലോമിലേക്ക് പോയി, അവനെ കൊന്നു. അഹീതോഫേലിലേക്ക് പോയി, അവനെ കൊന്നു. ദാവീദിനോട് അടുത്ത് വന്നില്ല. ദാവീദിന്റെ രക്ഷകനായി ദൈവം അവനോടൊപ്പം ഇരിക്കുന്നു. ഇന്ന് ഈ പ്രാർത്ഥനയിൽ സംബന്ധിക്കുന്ന ഏവരുമായുള്ളവരെ, ദൈവം നമ്മുടെ പക്ഷക്കാരനായിരുന്നു നമുക്ക് ദുഷ്കാലത്ത് വരാനിരിക്കുന്ന എല്ലാ അനർത്ഥങ്ങളും അപകടങ്ങളും തരണം ചെയ്യുവാൻ തക്കവണ്ണം, സകല ദുർവിധിയും ന്യായവിധിയും തരണം ചെയ്യുവാൻ തക്കവണ്ണം കർത്താവ് നമ്മുടെ പക്ഷക്കാരനായിരിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഓർക്കണം, നാണമില്ലാത്ത ജാതിയെ നാളുകൾ പതിർപോലെ പറന്നു പോകുന്നു. നിർണയം ഫലിക്കുന്നതിന് മുമ്പേ കൂടി വരുവീൻ. യഹോവയുടെ ഉഗ്രകോപം നിങ്ങളുടെ മേൽ വരുന്നതിന് മുമ്പേ കൂടി വരുവീൻ. ആ സമയത്ത് നമുക്ക് ഭയപ്പെട്ട് നശിക്കാനല്ല, പിന്നെയോ അങ്ങനെ വളയുന്ന ദുഷ്കാലത്ത് ഞാൻ ഭയപ്പെടുന്നത് എന്തിന്? ധൈര്യമായിട്ട് നമുക്ക് ചോദിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, കർത്താവ് ഞങ്ങൾക്ക് നൽകി തന്ന വചനത്തിനായി സ്തോത്രം. കർത്താവ് ഞങ്ങൾക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കുമായി സ്തോത്രം. കർത്താവെ, ഞങ്ങളുടെ മേൽ അനർത്ഥം വരുന്നതിന് മുമ്പേ തന്നെ ദിവസം പതിർ പോലെ മാറിപ്പോകുന്നു. നിർണയം ഫലിക്കുന്നതിന് മുമ്പേ, ദൈവത്തിൻ്റെ കോപം വരുന്നതിന് മുമ്പേ ഞങ്ങൾ ദൈവത്തിൻ്റെ പക്ഷക്കാരായി, ദൈവം ഞങ്ങളുടെ പക്ഷക്കാരായി നിന്ന് കർത്താവിനെ കണ്ടെത്താവുന്ന കാലത്ത് കണ്ടെത്തി, കർത്താവെ, പെരുവെള്ളം അടുത്തു വരുമ്പോൾ, ന്യായവിധി അടുത്തു വരുമ്പോൾ ഞങ്ങളോട് അടുക്കാതെ വണ്ണം, സകല മരണവും സകല ദുർവിധിയും ഞങ്ങളെ വിട്ട് മാറിപ്പോകത്തക്കവണ്ണം കർത്താവ് ഞങ്ങളുടെ പക്ഷക്കാരായിരിക്കട്ടെ. പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം പിതാവേ. സഭയെ ഓർക്കണമേ, സഹോദരങ്ങളെ ഓർക്കണമേ, ജനത്തെ ഓർക്കണമേ, ദേശത്തെ ഓർക്കണമേ, ഭവനങ്ങളെ ഓർക്കണമേ. സ്തോത്രം ചെയ്തു പ്രാർത്ഥിക്കാം. യേശുവേ, സഹായിക്കണമേ. സ്തോത്രം. ആമേൻ. പാപത്താൽ എന്നിൽ വന്ന ശാപക്കറകൾ നീക്കി, ശോഭിത നീതി വസ്ത്രം ആഭരണമായി നൽകും. യേശു എന്നടിസ്ഥാനം ആശയവനിലത്രേ.
ആശയവനിലത്രേ ആശ്വാസത്തിൻ പൂർണ്ണത. യേശുവിൽ കണ്ടേ ഞാനും ആശ്വാസത്തിൻ പൂർണ്ണത. യേശുവിൽ കണ്ടേ ഞാനും. യേശുവേ സ്തോത്രം.